നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ബാംഗ്ലൂർ റോസ് അല്ലെങ്കിൽ ബഡ് റോസ് നടുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ഭാഗം മണ്ണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും കരിയും കൂടെ ചേർന്ന് ഏകദേശം അത്രയും തന്നെ ആഡ് ചെയ്യുന്നു. ഒപ്പം നമ്മൾ വീട്ടിൽ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് എടുക്കുന്നത്. കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ യൂസ് ചെയ്ത് വീട്ടിൽ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണിത്. അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. പകരം നമുക്ക് എപ്പോഴും മഴയത്തിരിക്കുന്ന ചെടിയാണെങ്കിൽ മണൽ ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം 2 പിടി എല്ലുപൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. എല്ലുപൊടി കൂടാൻ പാടില്ല, കാരണം വേര് ഒക്കെ ചീഞ്ഞ് ചെടി കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് 2 പിടി എല്ലുപൊടിയാണ് ആകെ ചേർത്തിട്ടുള്ളത് ഞാൻ. ശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് പോട്ടി മിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചെടി നടുന്നത്. നല്ല രീതിയിൽ ഇത് ഇളക്കിയെടുക്കണം. ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള വലിയൊരു ചട്ടി, ചെടിയുടെ സൈസിനനുസരിച്ചുള്ളൊരു ചട്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ചട്ടിയുടെ താഴ്ഭാഗത്ത് 3-4 നല്ല ദ്വാരം ഇട്ട് കൊടുക്കണം, വെള്ളം പോകാൻ വേണ്ടി. അതിനുശേഷം അതിന് അകത്തോട്ട് ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ കരിയോ അല്ലെങ്കിൽ പാറയുടെ ചിപ്സോ എന്തെങ്കിലും നിരത്തണം. അതിനുശേഷം പകുതിയോളം ഈ പോട്ടി മിക്സ് കോരി നിറയ്ക്കേണ്ടതാണ്. പകുതിയോളം പോട്ടി മിക്സ് നിറച്ചതിന് ശേഷമാണ് നമ്മൾ ചെടി വെക്കേണ്ടത്. അപ്പം ഇച്ചിരി വലിയൊരു ചെടിയാണ്, നല്ല വലിയൊരു ചട്ടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ കവറ് നമ്മൾ നീക്കം ചെയ്തിട്ട് ഗ്രാഫ്റ്റിൻ്റെ അവിടെയുള്ള മണ്ണ് നല്ല പശിപ്പ് മണ്ണായതിനാൽ നമ്മളതിൻ്റെ മണ്ണ് ഏകദേശം 80% മണ്ണ് റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കാരണം ഈ ബാംഗ്ലൂർ റോസൊക്കെ വെളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് റൂട്ട് സ്റ്റോക്കിന് കേട് വരാതിരിക്കാൻ അവർ കൂടുതലും പശിപ്പുള്ള മണ്ണേ വെക്കത്തുള്ളൂ. അപ്പോൾ ആ മണ്ണ് വെച്ച് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വളർച്ച കുറവായിരിക്കും, ചെടി മുരടിച്ചിരിക്കത്തേ ഉള്ളൂ. അതിന് നമ്മൾ അതിൻ്റെ വേര് കാണുന്നിടം വരെ 80% മണ്ണ് നമ്മൾ അതിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ്. ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പശിപ്പായതിന് തന്നെ പാറക്കല്ല് പോലെ ഉറച്ചായിരിക്കും. അപ്പം നമ്മൾ ചെറിയൊരു കത്തിയോ കമ്പിയോ എന്തെങ്കിലും വെച്ച് അത് ചെറുതായിട്ട് കുത്തി പൊടിച്ച് കളയണം, വേരിന് ക്ഷതം വരാത്ത രീതിയിൽ. വേര് പൊട്ടാത്ത രീതിയിൽ ആണിപ്പം വേരൊക്കെ നല്ല രീതിയിൽ അത് കാണുന്ന രീതിയിലായി. ഇനി നമുക്ക് അത് നിറച്ച പോട്ടി മിക്സിനകത്തോട്ട് വെക്കുകയാണ്. പോട്ടി മിക്സിനകത്ത് വെച്ച് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പോട്ടി മിക്സോടെ നമ്മൾ ഇതിന് ചുറ്റും നിറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ചട്ടി ഫില്ല് ചെയ്യാൻ പോകണം. ഞാൻ ഈ ചട്ടിയുടെ ഏകദേശം നിരപ്പ് പോട്ടി മിക്സ് നിറയ്ക്കുന്നുണ്ട്. കാരണം ചകിരിച്ചോറും മറ്റുള്ള എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടെ ഈ ചട്ടിയിലോട്ട് ഇത് അമങ്ങി താഴുന്നതാണ്. 1-2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ആവും ഈ പോട്ടി മിക്സ്. അതിനുശേഷം നമുക്ക് അടുത്ത വളം ചെയ്യുന്നത് കെമിക്കൽ വളം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചാണകപ്പൊടി എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഏകദേശം നിരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ താഴ്വശത്ത് മാത്രമേ പോട്ടി മിക്സ് നിൽക്കാവും. ഗ്രാഫ്റ്റ് ചെയ്തതിലോട്ട് പോട്ടി മിക്സ് നിറയരുത്. എങ്കിൽ നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെടിയുടെ ഗ്രാഫ്റ്റിൻ്റെ പോർഷൻ വെച്ച് അഴുകൽ വന്ന് പോവും. അതിനുശേഷം നമ്മൾ 2 ഗ്രാം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ വെള്ളം നമ്മൾ അതിന് മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. താഴെ വരെ പോട്ടി മിക്സ് നനയത്ത രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 2 ദിവസം തണലത്ത് വെച്ചതിന് ശേഷം
അങ്ങനെ നട്ട ഒരു ചെടിയാണ് നമ്മുടെ ഇത്. ഒരു ചെറിയ ചെടി മേടിച്ച് ചെറിയ പോട്ടി വെച്ചതാണ്. ആ പോട്ടി മിക്സ് കണ്ടോ, എല്ലാം ഇതുപോലെ ഇതേ രീതിയിൽ തന്നെ സെയിം രീതിയിൽ തന്നെ നട്ട ചെടിയാണ്. പോട്ടി മിക്സ് ആണെങ്കിൽ ഒരു ശകലം പോലും തറഞ്ഞിട്ടില്ല. നല്ല പോട്ടി മിക്സ് ആകുന്ന തുളവാണ്, തറയാതിരിക്കുന്ന പോട്ടി മിക്സ്. എപ്പോഴും കൈ കൊണ്ടൊക്കെ ഇളക്കി കൊടുത്ത് നല്ല ചെടി നല്ല ഇതായിട്ടിരിക്കും. അങ്ങനെ കുറച്ച് ചെടികളും നമ്മൾ അതിൻ്റെ ഒപ്പം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനെ നടാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ചെടിയും ഇതുപോലെ ചട്ടി മാറി നമ്മളതുപോലെ നടണം. ഇല്ലെങ്കിൽ ഈ ചെടിക്ക് ആണെങ്കിൽ വളർച്ച കുറയും. നഴ്സറിയിൽ ഒന്ന് വാങ്ങുന്ന ഒരിക്കലും ആ മണ്ണിൽ നമ്മൾ ചെടി വെച്ചേക്കരുത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്സ് തരിക, കമൻറ്റ്സ് ഇടുക. ഓക്കെ, താങ്ക് യു.